ഈ BJP-യിലേക്ക് ചേരുന്ന സമയത്ത് എൻ്റെ മനസ്സിലും അവർ തന്ന പ്രോമിസസും അതിനെ എനിക്ക് ഒരു സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ഇതിനകത്ത് BJP-യിൽ ചേർന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, വലിയ വലിയ കമ്പനീസിൻ്റെ പ്രോഡക്റ്റ് ലോഞ്ചിന് അവരുപയോഗിക്കുന്ന ടെസ്റ്റ് മാർക്കറ്റ് ഇവിടെയാണ്, കേരളമാണ്. നമ്മുടെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ക്വാളിറ്റിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരാം. 24 hours ഒരു പൊളിറ്റീഷ്യൻ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദിവസം രണ്ട് മണിക്കൂർ മതി. ഓരോ ദിവസവും 2 മണിക്കൂർ നേരം ഇവൻ പ്രവർത്തിച്ചാൽ മതി. മനസ്സിലല്ലോ, ആ ഒരു സംഗതിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതാണ് എൻ്റെ സ്ട്രാറ്റജി. അല്ല, നേരത്തെ പറഞ്ഞ ആ പരാമർശം ഞാൻ അംഗീകരിക്കുന്നില്ല. പല പാർട്ടി എന്നുള്ളത് അംഗീകരിക്കുന്നില്ല. എൻ്റെ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിൽ ഞാൻ കോൺഗ്രസ്സിലായിരുന്നു, KSUവിൽ വർക്ക് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ പാർട്ടി മാറിയതല്ല, പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. ഞാൻ എൻ്റെ സ്വന്തം പാർട്ടി രൂപീകരിച്ചു. അതിനുള്ള കാരണം ഈ 2 സംവിധാനങ്ങളും, അതായത് UDF-ഉം LDF-ഉം കേരളത്തിന് ദ്രോഹങ്ങളെ ചെയ്തിട്ടുള്ളൂ. അവർ യാതൊരു തരത്തിലുള്ള ഗ്രോത്തും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ട്. അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഉണർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് ആ ടൈപ്പ് LDF-നോ UDF-നോ പറ്റാത്ത രീതിയിലുള്ള പുതിയൊരു ആശയമായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വേറെ പാർട്ടിയല്ല, അത് പുതിയ പാർട്ടിയാണ്. അപ്പോൾ അത് പാർട്ടികളെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പാർട്ടികളെന്ന് പറയാൻ പറ്റുന്നത് വെച്ചാൽ 2021 ഞാൻ BJP-യിൽ ചേർന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറിജിനൽ കോൺഗ്രസ്സുകാരനായിരുന്നു. അതിനുശേഷം എൻ്റെ സ്വന്തം പാർട്ടി ഉണ്ടാക്കി. അതിനുശേഷം പിന്നെ 2 പാർട്ടികളും ചെന്നിട്ടുള്ളൂ, BJP. അല്ലാണ്ട് പാർട്ടികൾ എന്നുള്ളതല്ല. എല്ലാ പാർട്ടികളും ചെയ്തിട്ടില്ല. പാർട്ടികൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എത്രയും നമുക്കുണ്ട്, അതല്ല. അപ്പോൾ അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ ഉള്ളത് കോൺഗ്രസ്സിൽ വന്നു, അതിനുശേഷം സ്വന്തം പാർട്ടി ഉണ്ടാക്കി, അതിനുശേഷം BJP-യിൽ വന്നു. അതായത് ഞാൻ പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ലീഡറിൻ്റെയും പരമപ്രധാനമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഈ ഒരു പൗരന് ആത്മാഭിമാനത്തോടു കൂടി അയാളുടെ കുടുംബത്തെ പോറ്റാനും ആ കുടുംബത്തിൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും ജോലി വാങ്ങിക്കൊടുക്കാനുമുള്ള ഒരു തൊഴിലുണ്ടാക്കി കൊടുത്ത് അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അവന് ആത്മാഭിമാനത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കലാണ് പരമപ്രധാനമായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കർമ്മം. അപ്പോൾ അതിൽ വിശ്വസിച്ച് ഞാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ജനങ്ങളുടെ വികാരം അറിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, കേരളത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ മണമുള്ള, മലയാളത്തിൻ്റെ വികാരമുള്ള, മലയാളത്തിൻ്റെ ആവശ്യമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി. അതാണ് ഞാൻ കേരള പീപ്പിൾസ് പാർട്ടിയായിട്ട് ചെയ്യുന്നത്. അത് ഈ BJP-യിലേക്ക് ചേരുന്ന സമയത്ത് എൻ്റെ മനസ്സിലും അവർ തന്ന പ്രോമിസസും അതിനെ എനിക്ക് ഒരു സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ഇതിനകത്ത് BJP-യിൽ ചേർന്നത്. നല്ലൊരു ഭാവി കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഞാൻ 2004 എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായെന്ന് വെച്ചാൽ ആശയങ്ങളുണ്ട്. ഇന്നമാരൊക്കെ ഒരുപാട് ആശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ആശയം ഞാൻ 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത് വേറെ പാർട്ടികളിലല്ല, TVK-യിലാണ്. ജോസഫ് വിജയ് ചെയ്യുന്ന, ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് എൻ്റെ രാഷ്ട്രീയവും ഈ വിജയിൻ്റെ രാഷ്ട്രീയവും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ഞാൻ ആഗ്രഹിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് ടോപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാക്ടിക്കലായിട്ട്. അതായത് ഒരു 100 ദിവസം കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ വന്നിട്ട് വേറെ ഒരു പാർട്ടിക്കും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഐഡിയാസും അത് പ്രാവർത്തികമാക്കി. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, അതാണ് TVK-യിൽ കൂടെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരിക്കലെങ്കിലും എനിക്ക് അതിനകത്ത് പോകാൻ പറ്റിയ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ റെസിഗ്നേഷൻ വച്ചതിന് ശേഷമാണ് ഇവർ വന്നത് എൻ്റെ അടുത്ത്. അപ്പോൾ ഇതിനു മുമ്പ് അവർ TV, അതെ,
ഇതിനു മുമ്പ്, അതായത് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ വന്നപ്പോൾ എന്നോട് പറയായിരുന്നു, ഇതിന് 2 മാസങ്ങൾക്ക് അവരുടെ ഐഡിയ എന്ന് വെച്ചാൽ അവർക്ക് ഈ പിന്നെ ഈ TVKയുടെ ഒരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ കേരളം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഈ 3 സംസ്ഥാനങ്ങളിലും TVKയുടെ സാന്നിധ്യം ഉണ്ടാക്കുക. ദക്ഷിണ സംസ്ഥാനങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ള TVK അവിടെ ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഉണ്ടാക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ അതിനവർ ആദ്യം നോക്കുന്ന അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ മലയാളികളുടെ ഒരു കൾച്ചറുണ്ട്. അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം തെറ്റിനെ തെറ്റായി കാണാനും നല്ലതിനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വെച്ചാൽ അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേരളത്തിന് മാറ്റാണ്. ഈ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നതും മാറ്റങ്ങൾ സ്വീകരിക്കുന്നതും മലയാളികളാണ്. ഇപ്പോൾ നമുക്കറിയാലോ, വലിയ വലിയ കമ്പനീസിൻ്റെ പ്രോഡക്റ്റ് ലോഞ്ചിന് അവരുപയോഗിക്കുന്ന ടെസ്റ്റ് മാർക്കറ്റ് ഇവിടെയാണ്, കേരളമാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ കൊണ്ടുവച്ചാൽ നമ്മുടെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ക്വാളിറ്റിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരാം. അല്ല, അതങ്ങനെ പേരുണ്ടാവാം. തമിഴ് സംസ്കാരം എന്ന് വിചാരിച്ചാൽ മതി. അത് തമിഴ് എന്ന് പറയുന്നത് അതിപ്പോൾ പേരിടുന്നതിൻ്റെ കാര്യത്തിൽ ഷോർട്ടേജ് ചെയ്തായിരിക്കും. പക്ഷേ തമിഴെന്ന് പറയുന്ന സംസ്കാരം ചില്ലറ സംസ്കാരമല്ല. ലോകത്തിൻ്റെ ആദ്യത്തെ സംസ്കാരങ്ങളൊന്നാണ്. ലോകത്തിലെ ആദ്യത്തെ ഭാഷ ഉണ്ടായത് തമിഴിലാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഒരു തമിഴ്നാട്ടിൽ മാത്രം നിൽക്കുന്നൊരു പാർട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതന്നെ അവരുടെ ഉദ്ദേശം അത് തന്നെയാണ്. ഈ നാഷണൽ ലെവലിലേക്ക് ഈ പാർട്ടീനെ കൊണ്ടുവരാനാണ് വിജയൻ്റെ ഉദ്ദേശം. അത് വലിയ സംഭവമായിരിക്കും. എസ്പെഷ്യലി യുവാക്കളുടെ ഇടയിൽ വലിയൊരു മൈലേജ് ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കേരളത്തിലുണ്ടാവും, ഡെഫിനറ്റായിട്ടുണ്ടാവും. ഉണ്ടോ, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ 2031 അല്ലെങ്കിൽ 2029 29 നമുക്ക് അങ്ങനെ ഒരു സംഗതി കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്തായാലും 2031 ഇപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരിക. അതിനുള്ളിൽ നമുക്ക് വലിയൊരു സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് 5 വർഷം സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ കാണിക്കുന്ന പോലെ ഒരു ഇലക്ഷൻ വന്നതിൻ്റെ തലേദിവസം ഇവർ വന്നിട്ട് ഓടിച്ചാടി ഓരോരുത്തർ അങ്ങനെ വിളിച്ച് വാടാന്ന് വിളിച്ചിട്ട് അങ്ങനെ സ്ഥാനാർത്ഥിയാക്കലല്ല. എൻ്റെ പാർട്ടിയിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു പൊളിറ്റീഷ്യൻ ആവണമെങ്കിൽ അവന് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്യാമ്പ് വെച്ചിട്ട് ഓരോരുത്തരെ വാർത്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പിന്നെ ഈ TVKയുടെ സംഗതി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഇതേവരെ ഈ രാഷ്ട്രീയത്തിലൊന്നും പോകാത്ത ആൾക്കാരെ റോ ഹാൻഡ്സിനെ നമ്മൾ കയ്യിലെടുത്ത് അവർക്ക് കോച്ചിങ് കൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അതിപ്പില്ല, പണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ വിജയത്തിന് കംപ്ലീറ്റ് യുവാക്കൾ അവരൊപ്പം നിൽക്കാനുള്ള കാരണം അവർ എഡ്യൂക്കേറ്റഡ് ആണ്. സ്റ്റഡി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംവിധാനം അവർക്കുണ്ടായിരുന്നു. പിന്നെ അത് ഉണ്ടായിട്ടില്ല. പിന്നെ അത് മുഴുവൻ വേറെ തരത്തിൽ പോയി. ഇവിടെ അങ്ങനെ വേണമെന്നുള്ള ഉദ്ദേശമുണ്ട് എനിക്ക്. ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ പാർട്ടിയിൽ. അപ്പോൾ അത് ഞാൻ ഇവിടെ പിന്നെ എൻ്റെ ഈ TVK എന്ന് പറയുന്ന പാർട്ടിയിൽ ഞാൻ വരികയാണെങ്കിൽ ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇവിടെ. കാരണം ഓരോരുത്തരും ഞാൻ പറഞ്ഞില്ലേ, ഫ്രഷ് ചാൻസിനെ എടുക്കുള്ളൂ. ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ട് പൊളിറ്റീഷ്യൻസിനെ ഞാൻ എടുക്കില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫ്രഷ് ചാൻസായിട്ട് നല്ല യുവാക്കൾ, അതായത് ജോലിയുള്ള ആൾക്കാർ, എംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിനെ കണ്ടെത്തി അവർക്കൊരു കോച്ചിങ് കൊടുത്തിട്ട്, ഞാൻ പറഞ്ഞല്ലേ 24 hours ഒരു പൊളിറ്റീഷ്യൻ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദിവസം 2 മണിക്കൂർ മതി ഒരു രാഷ്ട്രീയക്കാരന്. അപ്പോൾ ബാക്കി തൊഴിൽ വെച്ചിട്ട് അവന് ജീവിതമാർഗമായി തൊഴിൽ വെച്ച് അവന് പോവാം. ഓരോ ദിവസവും 2 മണിക്കൂർ നേരം ഇവൻ പ്രവർത്തിച്ചാൽ മതി, മനസ്സിലല്ലോ. ആ ഒരു സംഗതിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതാണ് എൻ്റെ സ്ട്രാറ്റജി. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം BJP ദേശീയ തലത്തിൽ വലിയ വേരോട്ടവും അതേപോലെ തന്നെ അത്ര ഫൈനാൻഷ്യലി ഒക്കെ സ്ട്രോങ് ആയ ഒരു പാർട്ടിയാണ്. ഇപ്പം നിലവിൽ നിരവധി ആരോപണങ്ങളും പരാതികളും ഒക്കെ BJPക്കെതിരെ വരുന്നുണ്ട്, പല സംസ്ഥാനങ്ങളിലും വരുന്നുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് വിവാദങ്ങളാണ് പറഞ്ഞത്. അപ്പം നിലവിൽ അങ്ങനെ ഫണ്ട് വിവാദം കേരളത്തിലും ഉയരുകയും ഒക്കെ ചെയ്തൊരു ഘട്ടം കൂടി ഉണ്ടെന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് അതിനെപ്പറ്റിയുള്ളൊരു അഭിപ്രായം എന്താണ്? അങ്ങനെ
അല്ല, അങ്ങനെ ഞാൻ കേട്ടു. അങ്ങനെ ഒരു വലിയൊരു അത് വളരെ മോശമായ ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. കാരണം അത് BJPക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റിയൊരു സംഗതിയല്ല അത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളതാണ്. BJPയിൽ ഇപ്പോൾ അത് രൂക്ഷമാകുന്നു. കാരണം അത് വലിയ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടായിരിക്കും. അല്ല, അതിൻ്റെ ബേസിക് പ്രോബ്ലം എങ്ങനെയെന്നറിയോ? ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് എല്ലാ പാർട്ടിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ എലക്ഷൻ അനൗൺസ് ചെയ്യുമ്പോഴാണ് ഈ 15 ദിവസത്തിനുള്ളിലാണ് ഈ ബ്ലാക്ക് മണി മുഴുവനും വരുന്നത്. മനസ്സിലല്ലേ? ആ പണം ഇവർ എലക്ഷൻ്റെ ആ സമയത്ത്, ആ ഡ്യൂറേഷൻ ഓഫ് ദി എലക്ഷൻ വർക്കിംഗ് ഇതുണ്ടോ, ക്യാമ്പയിൻ സമയത്ത് 15 ദിവസമേ ഉള്ളൂ. ആ 15 ദിവസമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ 3 കോടി 5 കോടിയൊക്കെ ചെലവ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 5 കോടി രൂപ ഇവർ ചെലവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷം മുമ്പ് ചെലവ് ചെയ്യണം. അവിടെ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് പേയ്മെൻറ്റ് കൊടുത്ത്. ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ജീവിക്കണ്ടേ? മനസ്സിലായില്ലേ? അപ്പോൾ ജീവിക്കണമെങ്കിൽ അവന് സാമ്പത്തികമായ നേട്ടങ്ങൾ വേണം. അപ്പോൾ അവനെ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവനെ വളർത്തുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിലെ ഇലക്ഷൻ്റെ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ വരുന്ന ഈ ബ്ലാക്ക് മണിയുടെ ആവശ്യമില്ല. ഇത് ഓൾറെഡി നമുക്ക് കുറച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സജ്ജമായി കഴിഞ്ഞു. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെ വരുന്ന, അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്, ഈ അഴിമതി വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ 15 ദിവസത്തിനുള്ളിൽ വരുന്ന ഇതിൽ 15 ദിവസത്തിൽ ഒരു 5 കോടി വരുന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയക്കാർ ഒരു മാക്സിമം 50 ലക്ഷം രൂപ ചിലവ് ചെയ്യുന്നുള്ളൂ. അറിയാമോ നിങ്ങൾക്കത്? എനിക്കറിയാം എത്ര ഒരു പാർട്ടിക്ക് ഇലക്ഷൻ നിൽക്കണമെങ്കിൽ എത്ര രൂപ. ഞാൻ 2 ഇലക്ഷൻ നിന്ന ആളാണ്. 2 ഇലക്ഷൻ നിന്നാണ്. തോറ്റു എന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ അപ്പോൾ ഈ 15 ദിവസത്തിനുള്ളിൽ ഇവർക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഇവർ മുഴുവൻ 50 ലക്ഷം രൂപ ഇവർ ചിലവ് ചെയ്യുന്നുള്ളൂ. ബാക്കി മുഴുവനും ഇവർ ഷെയർ ചെയ്യാണ് എമംഗ് ദി ലീഡേഴ്സ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ആളെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിന് മാറ്റം വരുത്തണമെങ്കിൽ എനിക്ക് നേരിട്ടിട്ടുള്ള അനുഭവമില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, മീഡിയക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ല. അതിങ്ങനെ ഓരോ എലിഗേഷൻസ് വരുന്നുണ്ട്. പക്ഷേ കാരണം വെച്ചാൽ ഞാൻ നേരിട്ടിട്ട് ഈ കാര്യങ്ങൾ അവരെന്നെ അടുപ്പിക്കാത്തതുകൊണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? അത് അവരുടെ ഭാഗ്യമായിരിക്കും അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞേനെ. അപ്പോൾ എനിക്ക് നേരിട്ടുള്ള അനുഭവമില്ല. കാരണം അവർ അടുപ്പിച്ചിട്ടില്ല. ഞാനിതിനകത്ത് ചേർന്നു എന്നല്ലാതെ ബി ജെ പി എന്ന കേരള BJP എന്നെ അവരിലേക്ക് അടുപ്പിച്ചിട്ടില്ല. ഒരു അൺടച്ചബിലിറ്റി എനിക്കുണ്ടായിരുന്നു. അതേസമയം മറ്റു പല നടന്മാരെ അടുപ്പിച്ചിട്ടുമുണ്ട്. കൃഷ്ണകുമാർ അടക്കമുള്ളവർക്ക് പ്രാധാന്യം നൽകിയിട്ടുമുണ്ട്. ഇനി സംഘത്തിൽ നിന്ന് വളർന്നു വന്നുകൊണ്ടാണോ അങ്ങനെ? അതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലേ, ഞാനൊരു പൊളിറ്റീഷ്യനാണ്. ഈ വന്നവരൊന്നും പൊളിറ്റീഷ്യൻസ് അല്ല. അവർ കലാകാരന്മാരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾറെഡി ജോലി ചെയ്ത്. ഞാനൊരു ബേസിക്കലി ഫ്രം ദി ചൈൽഡ്ഹുഡ് ഞാനൊരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിയാൽ മതി. എനിക്ക് ആ പോസ്റ്റിൽ ആവശ്യമില്ല. എനിക്ക് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് വേണം. എന്തെങ്കിലും ഒരു ചെയർമാൻ്റെ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു റബ്ബർ ബോർഡിൻ്റെ ഒരു ചെയർമാൻ, അതൊന്നും എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ തർക്കം വന്നത്. മനസ്സിലല്ലേ? അപ്പോൾ ഞാനൊരു പൊളിറ്റീഷ്യനാണ്. ആ പൊളിറ്റീഷ്യനോട് ഉള്ള പെരുമാറ്റം, അപ്പോൾ അവരിലുണ്ടായ ഒരു ഭയമുണ്ട്. മനസ്സിലല്ലേ? എൻ്റെ ഈ നിലപാടിനെ അവർ ഭയപ്പെടുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ എന്നോട് ചോദിച്ചിങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അവർ പേടിക്കുന്നത് അവർക്കൊരു ഫിയർ ഉണ്ടാക്കുന്നത് എൻ്റെ ഇൻഎഫിഷ്യൻസി അല്ല, എൻ്റെ എഫിഷ്യൻസിയാണ്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. മനസ്സിലല്ലേ? അവർ പറയുന്നത് ഇയാളൊന്നും ചെയ്യുന്നില്ല, ഇയാൾ ഓഫീസിൽ വരുന്നില്ല, ഇയാൾ പ്രവർത്തിക്കുന്നില്ല, ഇയാൾ ഒരു സിനിമാ നടൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ ഇവർ. അപ്പോൾ എൻ്റെ കപ്പാസിറ്റി, എൻ്റെ എഫിഷ്യൻസിയാണ് അവർ ഭയപ്പെടുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. അപ്പോൾ എൻ്റെ എഫിഷ്യൻസി, ഞാനൊരു 10-25 വർഷം പൊളിറ്റിക്കൽ അരീനയിൽ വർക്ക് ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ എനിക്കൊരു എഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ട് ബൈ മൈ എക്സ്പീരിയൻസ്. അപ്പോൾ അവർ ഭയപ്പെടുന്നത് ബിക്കോസ് ഓഫ് മൈ എഫിഷ്യൻസി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ യുവാക്കളെ സംഘടിപ്പിക്കുക. അത് അഭ്യസ്തവിദ്യരായ ജോലി ചെയ്യുന്ന ആൾക്കാരെ അവരെ വിളിച്ചു വരുത്തി, അത് വേണമെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു മാർക്കറ്റിംഗ്, ഞാൻ MBA ആണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു സെലക്ഷൻ ഇൻ്റർവ്യൂ വയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ട്, ഈ TVKയിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരൂ എന്ന് അവരെ ഇൻ്റർവ്യൂ ചെയ്യും. ഞാൻ എല്ലാവരും വരും, കുറേ ആൾക്കാർ വരും. അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതായത് മത്സരരംഗത്ത് കൊണ്ടുവരുള്ളൂ. ലീഡേഴ്സിനെ നമ്മൾ ബ്രീഡ് നമ്മൾ
പരിചയിപ്പിച്ച് അവർക്കൊരു ഒരു 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 ഹോൾഡ് ഉണ്ടാക്കി കൾട്ടിവേഷൻ കൾട്ടിവേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്